വിണ്ണിൻതൂതർ പാടും ഗീതം കേൾക്കും രാവിൽ മാനവരൊന്നായി വാഴ്ത്തിപ്പാടാം നാദന സ്തുതി ഗീതം. ഹാപ്പി ക്രിസ്മസ്, മെറി ക്രിസ്മസ്, ലാ 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 ലാ. കണ്ടു ദൂരെ അങ്ങു വിണ്ണിൽ നിന്നും ഒരു താരം, അങ്ങു വാനിൽ കേട്ടു കാതിൽ വിണ്ണിൽ നിന്നും വാനദൂതർ പാടും നാദം രാവിൽ. താരാജാലം ഏറ്റുപാടി സ്നേഹഗീതം നീലരാവിൽ. ഉണ്ണീശു പിറന്നൊരേ ശാന്തരാത്രിയിൽ കണ്ടു ദൂരെ അങ്ങു വിണ്ണിൽ നിന്നും ഒരു താരം, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുമസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് സാന്റാക്ലോസും റെയിൻഡിയേഴ്സും ഒക്കെയാണ്. ഈ റെയിൻഡിയേഴ്സ് എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കിയാലോ. ഒരു ക്രിസ്തുമസ് ദിനത്തിൽ സാന്റ കുട്ടികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്യുന്നതിനായി തയ്യാറെടുക്കുകയായിരുന്നു. കനത്ത മഞ്ഞു കാരണം തങ്ങളുടെ യാത്ര തടസ്സപ്പെടുമോ എന്നവർ ഭയപ്പെട്ടു. കാരണം ഈ കൊടുമഞ്ഞത്ത് തങ്ങളുടെ റെയിൻഡിയേഴ്സിന് കാഴ്ച സാധ്യമാകുമോ എന്നതായിരുന്നു അവരുടെ ആശങ്ക. മറ്റൊരു ഭാഗത്ത് ഒരു വ്യത്യസ്തനായ റെയിൻഡിയറിനെ പരിചയപ്പെടുത്തുകയാണ്. റുഡോൾഫ് എന്ന ചുവന്ന മൂക്കുള്ള റെയിൻഡിയർ. അവന്റെ വ്യത്യസ്തത മൂലം മറ്റുള്ളവർ അവനെ പരിഹസിച്ചിരുന്നു. ഇത് അവനെ വല്ലാതെ നോവിക്കുന്നുണ്ടായിരുന്നു. താൻ ഒന്നിനും കൊള്ളാത്തവനാണ് എന്ന നിരാശയോടെ നടന്നു നീങ്ങുന്ന റുഡോൾഫിനെയാണ് സാന്റ സ്വീകരിച്ചത്. കൊടുമഞ്ഞത്ത് മറ്റു റെയിൻഡിയേഴ്സിന് കാഴ്ച നഷ്ടപ്പെട്ടപ്പോൾ റുഡോൾഫിന്റെ തിളങ്ങുന്ന മൂക്ക് അവർക്കൊരു പ്രകാശമായി. തന്റെ കുറവ് സാന്റയ്ക്ക് ഒരു അനുഗ്രഹമായി. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തെ ഒരു പുനർവിചിന്തനത്തിന് വിധേയമാക്കാം. നമ്മുടെ കുറവുകളെക്കുറിച്ച് പരാതിപ്പെടാതെ നമ്മുടെ ജീവിതങ്ങളെ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമാക്കി മാറ്റാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ക്രിസ്തുമസിനോട് അടുത്തൊരുങ്ങുന്ന ഈ കാലഘട്ടത്തിൽ നമുക്കൊരു സൽക്രിയ ശീലിച്ചാലോ. നമ്മുടെ വീട്ടിലെ വളർത്തുമൃഗങ്ങളെ നമുക്ക് ശുശ്രൂഷിക്കുകയും സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യാം. നമ്മുടെ ജീവിതത്തിൽ അല്പസമയമെങ്കിലും അവരോടൊപ്പം ചിലവഴിക്കാം.